ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ്. സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വർക്കിന് പോയിട്ടില്ല. നമ്മളിതാ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വിചാരിച്ചു ഒന്ന് വ്ളോഗ് എടുത്ത് നോക്കിയാലോ, കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പൊന്നുമില്ല, എങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇതാ ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മളിതാ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കാപ്പി, ഇസാക്കും ഇവാക്കും പാലായിരുന്നു കേട്ടോ. പിന്നെ ബ്രെഡ് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തതും ബട്ടറും കൂട്ടി കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് മൂന്നാളും കൂടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും. ഇപ്പോൾ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് വീഡിയോ. അപ്പോൾ ഇതാ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും ചിരിക്കാനും പോസ് തരാനും ഒക്കെ മിടുക്കികളാണ്. കുറച്ച് പാൽ ആരോ കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള കലിപ്പിലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവാൾക്ക് പേടിയായിട്ട് അമ്മ ദീദി ഇങ്ങനെ നോക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് നേരം ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ട് ഒരു 12:30 11 മണി 12:30 1 മണി നേരമൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ പിള്ളേരൊക്കെ കൂടി മുറ്റത്തിറങ്ങി കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്ക് മഴയായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിലക്കൊക്കെ എല്ലാം ഇങ്ങനെ വെയിൽ കിട്ടണുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുതപ്പുകളൊക്കെ അലക്കി പിന്നെ ബെഡൊക്കെ ഉള്ളത് വെയിലത്തിട്ട് ഇങ്ങനെ മുറ്റത്ത് വെച്ചേക്കാണ്ട്. അതാണ് ഇപ്പോൾ കണ്ടത്. പിള്ളേർ ഇതാ നല്ല ഓടിക്കളിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവരെ നോക്കിയിട്ട് റോഡിൽ ഓടിക്കളിക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര പേടി. അതുകൊണ്ട് ഞാൻ അവരെയും നോക്കി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ വർക്കിന് പോവുകയാണെങ്കിലും പറയും പുറത്തേക്ക് വിടുമ്പോൾ സൂക്ഷിക്കും. കാരണം നമ്മൾ കേൾക്കുന്ന കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി എനിക്കെന്തോ അങ്ങനത്തെ ഒരു പേടി ഭയങ്കരമായിട്ട് കൂടുതലാണ്. ആദ്യമായിരിക്കും പിള്ളേരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ. പിന്നെ വെയിലത്തുനിന്ന് കയറ്റി അകത്തിരുന്ന് കളിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ഈ സ്ലൈഡിലാണ് ഇരുന്ന് കളിക്കണം. ബാവ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരോ കൊണ്ടുവന്ന് കൊടുത്ത മിഠായാണ് കേട്ടത്. ആരാന്ന് ഓർമ്മയില്ല ഗൈസ്. വീഡിയോ തെറ്റിട്ട് കുറച്ച് നാളായി, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഓർമ്മയൊക്കെ പോണത്. പിന്നെ എന്താ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾ കണ്ണാടിയൊക്കെ വന്ന് വെച്ചിട്ട് പൊട്ടിച്ചെരുവെന്ന് പറഞ്ഞിട്ട് വേറെ ആരുമല്ല, അർഷാദ് തന്നെയായിരുന്നു കേട്ടോ മിഠായി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീടെന്തിങ്ങനെ കിടക്കണേന്ന് പറഞ്ഞാൽ ആരും ചിന്തിക്കേണ്ട. അതാ ഇവിടെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെയാണ്. അലമാരിയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു. കണ്ടില്ലേ ആകെ അലങ്കോലം ഇങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കി നീറ്റാക്കി വെക്കണം എന്നുള്ളതിൽ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാളുടെയും കുളിയൊക്കെ കഴിഞ്ഞതാ പൗഡറിൽ കുളിച്ച് ആദ്യം വെള്ളത്തോണ്ട് ഇവർ കുളിക്കും, അത് കഴിഞ്ഞാൽ പൗഡർ കൊണ്ട് കുളിക്കും. രണ്ടാളും അതെ, ഒരാൾ പൗഡർ എടുക്കുന്നുണ്ട്, മറ്റാൾക്കും പൗഡർ വേണം. പിന്നെ കുറേ നേരം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് ഇവർ ഓരോ പോസുകളും കാര്യങ്ങളൊക്കെ തരാം. ചെറുതിനെ കണ്ടില്ലേ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവർക്കൊരു മേക്കപ്പ് സെറ്റ് ഉണ്ട്, അത് ഇവരുടെ കയ്യിൽ കിട്ടിയാലേ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എൻ്റെ പൊന്നോ. പിന്നെ പിള്ളേരായതുകൊണ്ട് തന്നെ അതൊക്കെ യൂസ് ചെയ്യണത് കൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അവർ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അതെടുത്ത് തേമ്പലാണ് പണി. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛാ പറഞ്ഞു വന്ന പിള്ളേരെയും കൊണ്ട് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവരെ സൂവിലൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ എപ്പോഴും പാർക്കിലല്ലേ പോണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂവിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ് ഇസിൽ നിന്നും തുള്ളിക്കൊണ്ടിരിക്കണത്. അർഷാദ് പിന്നെ ഞങ്ങൾക്ക് പഞ്ഞി മിഠായി വാങ്ങി തന്നപ്പോൾ അത് കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം വാങ്ങാനായിട്ട് പോയേക്കാം കേട്ടോ. ആളവിടെയൊക്കെ നോക്കി കാണാനില്ല, വീഡിയോ കൂടെ ക്യാമറ കൂടെ കാണാനൊന്നും പറ്റണില്ല. അപ്പോൾ നമ്മളങ്ങനെ സൂവിലേക്ക് നേരെ പോവാണേ. നമ്മളങ്ങനെ സൂവിലെത്തിയിട്ട് അതാ അങ്ങനെ ഓരോന്നായിട്ട് കാണാണ്. ഒരെണ്ണം ഇവിടെ നോക്കുമ്പോൾ ഒരെണ്ണം അവിടെ കാണും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പട കൈയും പിടിച്ച് രണ്ടാളും. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പൊരിഞ്ഞ അലമ്പെന്നല്ല, ചെറുതായിട്ട് അലമ്പൊക്കെയായി ഇത്തിരി കലിപ്പിലൊക്കെ ആയിരുന്നു. പിന്നെ അപ്പം തന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും തണുക്കൊക്കെ ചെയ്തു കേട്ടോ. കുറച്ച് നേരം പിണങ്ങി ഞാൻ വണ്ടിയിലിരുന്നു. ഞാൻ പിണങ്ങിയിരുന്നതല്ല, എന്നോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങാണ്ടിരുന്നു. അർഷാ പിള്ളേരനായിട്ട് പോയി. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം എന്നോട് വന്നിട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇനി ഞാൻ അവിടെ കൽപ്പിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തീരുമാനം ഒന്നുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ സൂവിലേക്ക് പിന്നെ ഒറ്റയ്ക്ക് നടന്നു പോയി പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നും കണ്ടും കേട്ടൊക്കെ വന്നപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ വഴക്കൊക്കെ അവിടെ അവസാനിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ സംഭവങ്ങളും മാന്, കുറുക്കൻ,
പിന്നെ എന്തായിരുന്നു സാർ കണ്ടത്? മുള്ളം പന്നി, അങ്ങനെ ഓരോന്നിനൊക്കെ മുതൽ അങ്ങനെ കുറേ എണ്ണത്തിനൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കും. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പിങ്സാണ് എടുത്തേക്കണത്, എല്ലാം അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ കാഴ്ച ഇവിടെ കുറേ മാനുണ്ട്, മാങ്ങത്തൊലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചെന്നാണ്. കുറച്ച് മാനൊക്കെ ഉണ്ട്. മാനിന് തീറ്റ എന്താണ് കഞ്ഞി കുടിക്കാണ്ട്. അങ്ങനെ കുറേ പേര് അവിടെ നോക്കിക്കണ വേറെ ഒന്നുമല്ല. അതെ ഞാനും ഉണ്ട് കേട്ടോ അവിടെ നോക്കിയിരിക്കുന്നത്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ അമ്മൂനെ നോക്കണേ. അമ്മക്ക് വയ്യാട്ടോ. അവരെന്തോ ഗുളിക എന്താണ് കൊടുത്തിട്ട് വയ്യാണ്ടായി. അമ്മു നേരെ നടന്നു പോണാണ്. അമ്മൂൻ്റെ വിചാരം ബാക്കിയുള്ള കൂട്ടുകാരത്തിമാരാണെന്ന് ഓർത്തിട്ട് ആ മാനിൻ്റെ അടുത്ത് വന്നേക്കണേ. എങ്ങനെ വന്നറിയില്ല. ഇത് തിരിച്ച് പോകാനും പറ്റില്ല. പതിയെ തള്ളി വിടണേട്ടാ. അവരുടെ പാടായിരുന്നേ. പക്ഷേ ഈ സൂല് കാണുന്നവരെയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം സ്നേഹമുണ്ട് അവർക്ക്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്നു വരുമ്പോൾ എന്താ എന്താണ് എന്താണ് റിയാനൊക്കെ ഉണ്ട്. റിയ മോളെ അങ്ങനെ ദിവസം വന്ന് അതേ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണേട്ടാ. അങ്ങനെ നമ്മ യമുനെ കാണാൻ വേണ്ടി പോയിട്ടാ. അപ്പൊ യമു ആണ് അവിടെ ഉള്ളത്. യമു ഒളിച്ചും പത്തുങ്കളിന്റെ ആളാണ്ടാ. ഒളിച്ചേ കണ്ടേ കുറച്ചു നേരം കളിച്ച് ലാസ്റ്റ് നമുക്ക് അടുത്ത് നമ്മ അപ്പുറത്തേക്ക് പോയി. അടുത്ത സ്ഥലത്ത് നമ്മൾ ടുട്ടു കിടപ്പുണ്ട്. അപ്പൊ യമുനായിട്ട് അധികം നേരം നിന്നില്ല. ആൾ ഒളിച്ചും പത്തുങ്കളിന്റെ ആളായിരുന്നോണ്ട് നൈസായിട്ട് അവിടെ നിന്ന് വിട്ടത് വേണ്ട. ഒളിച്ചേ വേണ്ട. അങ്ങനെ നമ്മുടെ ടുട്ടുനെ കണ്ട്. ഇവളുടെ പേരാണ് ടുട്ടു. നേരത്തെ കണ്ടത് അമ്മു, ഇപ്പൊ കാണുന്നത് ടുട്ടു. അറ്റത്തുണ്ട്. പിന്നെ 3D തിയേറ്റർ അതൊക്കെ ഒന്നും ഇല്ല കേട്ടോ. നൈസായിട്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. ഇതേ അവനവിടെ അടുത്ത നടപ്പുണ്ട്. സിംഹത്തിനെ കാണാൻ വേണ്ടി പോകണേട്ടാ. ഇതേ കിടക്കണ് സിംഹത്തിനെ കാണാൻ വയ്യ. ആർക്കും വയ്യ. എല്ലാവരും അവസ്ഥയിലാണ്. വയസ്സായി. പിന്നെ നടക്കണത് പുലിമോനെ അവൻ നൈസായിട്ട് നടപ്പുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു സൗണ്ട് കേട്ടില്ല ചാ, ഗർജനം. ആ കുട്ടി കയറ്റിയപ്പോ ഒരു ഗർജനം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഗറ് കേട്ടപ്പോ തന്നെ ഇവന്റെ എല്ലാരും നൈസായിട്ട് ഓടിയിട്ടാ. പിന്നെ ഒട്ടുക്കുന്ന സ്മെല്ലായിരുന്നു കേട്ടോ മൂത്രത്തിന്റെ. അതൊന്നും ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്നു ടീമുകള്. അതെ, ബാഡ് സ്മെല്ലായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മ നൈസായിട്ട് അവിടുന്ന് പോകുന്നുട്ടോ. ദൈവന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട്. അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ ഗായ്സ് മൂക്കാൻ ബുദ്ധിമുട്ടിച്ചിരിക്കണുണ്ട്. അവിടുത്തെ സ്മെല്ല് സഹിക്കാൻ പറ്റുള്ളൂ ഗായ്സ്. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ. അടുത്ത പാട്ടായിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത പാർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചു. കാരണം ഇത്രയൊക്കെ ലെങ്ത് ഉള്ള കാരണം വീഡിയോ പോറാക്കണ്ടെന്ന് ഓർത്തത്. അടുത്തത് കടുവനെ കാണിച്ചിട്ടാ ഗായ്സ്. അപ്പൊ അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു ബാക്കി കാഴ്ചകളൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.